നമസ്കാരം. പ്രധാന വാർത്തകൾ. നിപ്പ വ്യാപനം തടയുന്നതിന് കർശനവും സൂക്ഷ്മവുമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാലക്കാട് ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകളും നെഗറ്റീവ്. വ്യാജപ്രചരണവും പ്രസ്താവനകളും നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പരക്കെ പ്രതിഷേധം. പാലക്കാട് DMO ഓഫീസിലേക്കും തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. തൃശൂരിൽ ജലപീരങ്കി പ്രയോഗിച്ച പോലീസ്. തൃശൂർ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. ചാലവരുതിയെ ടൂറിസം പ്രമോഷന്റെ മറവിൽ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്ന് കോൺഗ്രസ്. പാലക്കാട്ട് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വ്യവസായങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് മേനോൻപാറയിൽ മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡിന്റെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ യൂണിറ്റ് നിർമ്മാണോദ്ഘാടനം. ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകണമെന്നും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നും മുഖ്യാവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം. ജൂലൈ 9 ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി സീനിയർ സിറ്റിസൺസ് ആൻഡ് വെൻച്ചേഴ്സ് ജോയിന്റ് ആക്ഷൻ കൗൺസിൽ. ഷൊർണൂരിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച്. വാണിയംകുളത്ത് കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണു. നിലം പൊത്തിയത് സംസ്ഥാന പാതയോരത്ത് മാതന്നൂർ റോഡിന് സമീപത്തെ പച്ചക്കറി കട പ്രവർത്തിക്കുന്ന സ്വകാര്യ കെട്ടിടം. ആളപായമില്ല. വൻ ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രം. വടക്കാഞ്ചേരി അകമല കുഴിയോട് പ്രദേശത്ത് കഴിഞ്ഞ രാത്രിയും കാട്ടാന ഇറങ്ങി. വാഴക്കൊമ്പനെ പല ഭാഗത്തും കണ്ടതായി നാട്ടുകാർ. ഭീതിയോടെ പ്രദേശവാസികൾ. മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിട്ടും അധികാരികൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ അപ്രേം കാലം ചെയ്തു. വിട പറഞ്ഞത് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മുതിർന്ന മെത്രാപ്പൊലീത്ത. ഖബറടക്കം ജൂലൈ 10. വാർത്തകൾ വിശദമായി. നിപ്പ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാലക്കാട് ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകളും നെഗറ്റീവാണ്. വ്യാജപ്രചരണമോ പ്രസ്താവനകളോ നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അത് നമ്മുടെ സുശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അത് പാലക്കാടും നമ്മൾ അതാണ് ശ്രമിക്കുന്നത്. വ്യാപനം ഒരു കാരണവശാലും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുകയും വ്യാപിക്കാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് ശക്തമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധ്യമായിട്ടുള്ള ഇന്ന് ലോകത്ത് സാധ്യമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. നിപ്പ വ്യാപനം ഒഴിവാക്കാനുള്ള കർശനവും സൂക്ഷ്മവുമായ നിരീക്ഷണ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് പരിശോധിച്ചാൽ ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം 1-ാം തീയതിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ രോഗാവസ്ഥ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ നിപ്പ എപ്പോഴാണ് പകരുന്നത്, രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് വ്യാപിക്കുന്നത് എന്നുള്ളത് നമ്മുടെ തന്നെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതും ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളതും ഈ ലക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ തീവ്രമാകുന്ന സാഹചര്യത്തിലാണ് രോഗിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നിപ്പ രോഗം പകരുന്നതിന് വേണ്ടി വൈറസ് പകരുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത ഉള്ളത്, ഏറ്റവും കൂടുതലുള്ളത്, ഹൈ പ്രോബബിലിറ്റി ഉള്ളത് അപ്പോഴാണ്. അപ്പൊ ആ ദിവസം ഏതാണ് എന്നുള്ളത് ഒരു 1-ാം തീയതി തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ആ ദിവസങ്ങൾക്ക് അടുപ്പിച്ചാണ് ഉള്ളത്. അത് നോക്കിയാൽ നമുക്കിപ്പോൾ വരുന്ന ഓരോ ആർക്കെങ്കിലും പനി ഉണ്ടോ എന്നുള്ളതൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. അങ്ങനെ വരുന്ന ഓരോ കേസും വളരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസത്തെ സാമ്പിൾ പരിശോധനയിലൂടെ അത് കണ്ടെത്താനായിട്ട് കഴിയും. അതാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ. ആ നിലയിലാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ 173 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 100 പേർ പ്രാഥമിക സമ്പർക്ക പട്ടികയിലും 73 പേർ സെക്കൻഡറി സമ്പർക്ക പട്ടികയിലുമാണ്. 52 പേർ ഹൈ റിസ്കിലും 48 പേർ ലോ റിസ്കിലുമുള്ളവരാണ്. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച 38-കാരിയായ തച്ചനാട്ടുകര സ്വദേശിനി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. രോഗിക്ക് മോണോക്ലോണൽ ആൻറ്റിബോഡി ആദ്യ ഡോസ് നൽകിയിരുന്നു. രണ്ടാമത്തെ ഡോസും നൽകി. ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകളും നെഗറ്റീവാണ്.
4 പേരുടെ സാമ്പിളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് പരിശോധിക്കും. രോഗബാധ സ്ഥിരീകരിച്ച വ്യക്തിയുടെ വീടിന് ചുറ്റുമുള്ള 3 കിലോമീറ്റർ പ്രദേശം കണ്ടെയ്ൻമെൻറ് സോൺ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും നേതൃത്വത്തിൽ കൃത്യവും വ്യക്തവുമായ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി മന്ത്രി അറിയിച്ചു. നിപ്പ രോഗബാധയിൽ ലക്ഷണങ്ങൾ തീവ്രമാകുമ്പോഴാണ് വ്യാപനം കൂടുതലായി നടക്കുന്നത്. ജൂലൈ 1 മുതൽ നിർണായകമായി പരിഗണിച്ച് വളരെ സൂക്ഷ്മമായ നിരീക്ഷണമാണ് നടക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. കഴിഞ്ഞ 6 മാസത്തിനിടെ മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ മൂലം മരണപ്പെട്ട വ്യക്തികളുടെ രോഗകാരണങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഒരു സാധാരണ എൻകഫലൈറ്റിസ്, റൊട്ടീൻ എൻകഫലൈറ്റിസ് കേസുകൾ നിപ്പ പരിശോധിക്കും. മസ്തിഷ്ക ജ്വരം വന്നാൽ നമുക്കൊരു സംശയമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നിപ്പ ടെസ്റ്റ് ചെയ്യാനായിട്ട് വിടും. അപ്പോൾ മസ്തിഷ്ക ജ്വരം നമ്മൾ നോക്കുന്നത് മറ്റ് സ്പ്രെഡുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓരോ മരണവും എന്താണ് കോസ് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആരോഗ്യ വകുപ്പ് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റ് വ്യാപനങ്ങൾ മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അത് ചെയ്യും, അതെല്ലായിടത്തും ചെയ്യുന്നു. ജില്ലയിൽ ഫീൽഡ് സർവൈലൻസ് ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന വ്യക്തികൾക്ക് ആവശ്യമായ ഭക്ഷണ സാമഗ്രികളും മാസ്ക് ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളും എത്തിക്കുന്നുണ്ട്. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചു വന്നാലും ഇവിടെ ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാജ പ്രചരണമോ പ്രസ്താവനകളോ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലയിൽ നിപ്പ ആശങ്ക പരത്തുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക, SP അജിത്, DMO ഡോക്ടർ ദിവ്യ, മുൻ DMO ഡോക്ടർ KP റീത്ത തുടങ്ങിയവരും വിവിധ വകുപ്പ് തലവന്മാരും ആരോഗ്യ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. ഇതിനിടെ നിപ്പ രോഗ ലക്ഷണങ്ങളുമായി 2 പേർ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജിലായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം. നിപ്പ ബാധിച്ച തച്ചനാട്ടുകര സ്വദേശി ഗുരുതരാവസ്ഥയിൽ തുടരുന്നതിൻ്റെയും ഇവരുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവരിൽ രോഗലക്ഷണമുണ്ടാകുന്നതും സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ദിനംപ്രതി കൂടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗം. നിലവിലെ സ്ഥിതി, സ്വീകരിച്ച മുൻകരുതൽ, ആവശ്യമായ നടപടികൾ, ബോധവൽക്കരണ രീതികൾ തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. രോഗലക്ഷണങ്ങളുമായി 2 പേർ പാലക്കാട് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുണ്ട്. മെഡിക്കൽ കോളേജിൽ 40 പേർക്ക് കിടക്കാവുന്ന ഐസൊലേഷൻ വാർഡാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തേണ്ട ചികിത്സാ സൗകര്യങ്ങൾ സംബന്ധിച്ചും അവലോകന യോഗം ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി. കഴിഞ്ഞ രാത്രി പാലക്കാട്ടേക്ക് വരുമ്പോഴാണ് കണ്ണാടി കാഴ്ചപ്പറമ്പിൽ വെച്ച് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. പാലക്കാട്ട് മന്ത്രി വീണ ജോർജിന് നേരെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് ലീഗ് നേതാക്കൾ അറസ്റ്റിൽ. ജില്ലാ സെക്രട്ടറി KM ഷിബു, ഷമീർ ചുങ്കം, ഫിറോസ് മേപ്പറമ്പ്, ഷഫീഖ് മേപ്പറമ്പ്, മുബീർ, ഖാജ ഹുസൈൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മെഡിക്കൽ കോളേജിലെ അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പുറത്തിറങ്ങുമ്പോൾ കരിങ്കൊടി വീശാനാണ് ഇവർ സംഘം ചേർന്നത്. ഇത് മനസ്സിലാക്കിയ പോലീസ് ഇവരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ ഉപരാഷ്ട്രപതി ഉച്ചയ്ക്ക് 1:35 ക്ഷേത്ര ദർശനം നടത്തി. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഉപരാഷ്ട്രപതി ഹെലികോപ്റ്റർ ഇറങ്ങിയത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. ഭാര്യ ഡോക്ടർ സുധേഷ് ധൻകറിനൊപ്പം എത്തിയ ഉപരാഷ്ട്രപതിയെ മുരളി പെരുന്നെല്ലി MLA, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ C ബിനു, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കാർ മാർഗം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലെത്തിയ ശേഷം 1:35 ക്ഷേത്ര ദർശനം നടത്തി. 1:48 ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി തിരികെ മടങ്ങി. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്ത് പഴുതടച്ച സുരക്ഷയാണ് ഗുരുവായൂർ നഗരത്തിൽ ഒരുക്കിയിരുന്നത്. നേരത്തെ രാവിലെയാണ് സന്ദർശന സമയം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നതിനാൽ
ദർശനം ഉച്ചയ്ക്കാക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് DMO ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന വനിതാ പ്രവർത്തക കളക്ടറേറ്റിനകത്ത് കടന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് ബസ്സിൽ കയറ്റിയ പ്രവർത്തകരെ മറ്റ് പ്രവർത്തകർ പോലീസിന് മുന്നിൽ വെച്ച് പിടിച്ചിറക്കി. BJP തീരുമാനിച്ചാൽ ഒരു മന്ത്രിയും കേരളത്തിൽ വഴി നടക്കില്ലെന്നും DYFI, SFI സംഘടനകളുടെ രക്ഷാപ്രവർത്തനത്തെ അതേ രീതിയിൽ നേരിടുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പറഞ്ഞു. സമരം നടത്താൻ വന്നവരാണെന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കും. ഞങ്ങൾ വഴിപാട് സമരത്തിന്റെ ആളുകളല്ല. ഞങ്ങൾ നിശ്ചയിച്ചു വന്നാൽ ആ സമരം നടത്തി അതിന്റെ ലക്ഷ്യം കണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങൂ. അതിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രയോഗിക്കാം. അതിന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു. രണ്ട്, വീണ ജോർജ് ആരോഗ്യമന്ത്രി ഇന്ന് പാലക്കാട്. നാളെ ചിലപ്പോ BJPക്കാർ വീണ ജോർജിനെ തടയാൻ വന്നില്ല എന്നായിരിക്കും. ഞങ്ങൾ ശ്രീമതി വീണ ജോർജിനെ തടയാൻ തീരുമാനിച്ചിട്ടില്ല പാലക്കാട്. ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ വീണ ജോർജ് അവിടെ മെഡിക്കൽ കോളേജിന്റെ അകത്തേക്ക് കയറാനുള്ള അവസരം പോലും ശ്രീമതി വീണ ജോർജ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കോൺഗ്രസ്സുകാരായതുകൊണ്ട് സാധിക്കും. DYFIക്കാർ അവരെ പേടിപ്പിച്ച് അവിടെ നിർത്തിക്കൊണ്ട് ഞങ്ങളോട് വേണ്ട. കളക്ടറേറ്റിൽ പ്രവേശിക്കാൻ BJP പ്രവർത്തകർ ശ്രമിച്ചത് ബലപ്രയോഗത്തിലൂടെ പോലീസ് പ്രതിരോധിച്ചു. സംഘർഷം നിലനിൽക്കുന്നതിനിടയിലാണ് വനിതാ പ്രവർത്തക ഗേറ്റിൻ്റെ മുൻവശത്ത് ബാരിക്കേഡ് മറികടന്നത്. ഇതിനിടയിൽ ചില പ്രവർത്തകരെ പോലീസ് ബസ്സിൽ കയറ്റിയെങ്കിലും മറ്റ് പ്രവർത്തകർ പിടിച്ചിറക്കി. ഉദ്ഘാടന പ്രസംഗത്തിനിടയിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷമുണ്ടാക്കി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ബസ്സും പ്രവർത്തകർ തടഞ്ഞിട്ടു. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ സ്മിതേഷ്, ഓമനക്കുട്ടൻ, പ്രഭാകരൻ, ഷൺമുഖൻ, അശ്വതി മണികണ്ഠൻ, മധു, അഞ്ജു, ഉഷ ബാലചന്ദ്രൻ, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJP നടത്തിയ തൃശൂർ മെഡിക്കൽ കോളേജ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. സമരം BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ, ഇത് അതിശക്തമായ സമരമാണ്. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം വീണ ജോർജ് രാജിവെക്കണമെന്നാണ്. വീണ ജോർജ് രാജിവെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉണ്ടാവും എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് വേണ്ടി വന്നാൽ വീണ ജോർജിനെ കേരളത്തിന്റെ തെരുവീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി നടക്കാനും ഇരിക്കാനും കാറിൽ സഞ്ചരിക്കാനും അനുവദിക്കില്ല. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. ആശുപത്രിക്ക് സമീപം സ്വരാജ് റൗണ്ടിൽ പോലീസ് മാർച്ച് തടഞ്ഞു. BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ഉല്ലാസ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. മാർച്ചിനെ തുടർന്ന് സ്വരാജ് റൗണ്ടിൽ ഗതാഗതം സ്തംഭിച്ചു. റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ ഒടുവിൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തൃശൂർ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. DMO ഓഫീസിന് സമീപം കോളേജ് റോഡിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. സമരം KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിനെ തുടർന്ന് കോളേജ് റോഡിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. ബാരിക്കേഡ് മറച്ചിട്ട പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ച് പാലക്കാട്ട് കോൺഗ്രസ് പ്രതിഷേധം. ചാരവനിതയെ ടൂറിസം പ്രമോഷന്റെ മറവിൽ കേരളത്തിലേക്ക് മന്ത്രി ക്ഷണിച്ചു വരുത്തിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മന്ത്രി മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്ന് പാലക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പാലക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷമാണ് പ്രവർത്തകർ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലം കത്തിച്ചത്. സർക്കാർ പരസ്യത്തിനായി പാകിസ്ഥാൻ ചാരവനിതയെ കേരളത്തിലേക്ക് എത്തിച്ചത് രാജ്യദ്രോഹമാണ്. ചാരവനിത വിവാദത്തിൽ ചില ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് മന്ത്രിയുടെ ശ്രമം. വിവരാവകാശത്തിലൂടെ പുറത്തുവന്ന രേഖകൾ മന്ത്രിക്കെതിരാണ്. വ്ലോഗ് ചെയ്യാനായി ചാരവനിതയ്ക്ക് എത്ര കൊടുത്തെന്നും ചാരവനിത എവിടെയെല്ലാം താമസിച്ചു, എവിടെയൊക്കെ സന്ദർശനം നടത്തിയെന്നും വെളിപ്പെടുത്തണം. ദേശദ്രോഹത്തിൻ്റെ വക്താവായി മന്ത്രി മുഹമ്മദ് റിയാസ് മാറിയെന്നും സമരക്കാർ ആരോപിച്ചു. മന്ത്രിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. DCC ജനറൽ സെക്രട്ടറി V. രാമചന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV. സതീഷ് അധ്യക്ഷത വഹിച്ചു. A. കൃഷ്ണൻ, C. ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വ്യവസായങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് മേനോൻപാറയിൽ മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ യൂണിറ്റ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിരവധി യുവതീയുവാക്കൾ ഇന്ന് തൊഴിൽ തേടി അലയുകയാണ്. ഇവർക്ക് ജോലി ലഭ്യമാക്കുക കൂടിയാണ് ഇത്തരം സംരംഭങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രി K. കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. MP-മാരായ VK ശ്രീകണ്ഠൻ, K. രാധാകൃഷ്ണൻ, മലമ്പുഴ MLA A. പ്രഭാകരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. സുജാത, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളത്ത് കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണു. പച്ചക്കറിക്കട പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് നിലം പൊത്തിയത്. ആളപായമില്ല. ഇന്നുച്ചയ്ക്ക് 12:30 സംഭവം. കടയിലുണ്ടായിരുന്ന ജീവനക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ മാന്നനൂർ റോഡിന് സമീപത്തായി പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗമാണ് തകർന്നു വീണത്. വാണിയംകുളം മാന്നനൂർ റോഡിനരികിലുള്ള കടയുടെ മുകൾ ഭാഗം പൂർണ്ണമായും തകർന്നു. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. വൈകുന്നേരത്ത് ഈ സൈഡിൽ നിന്ന് വിള്ളൽ കണ്ടു. പിന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വിള്ളൽ കൂടുതൽ കണ്ടതിന് ശേഷം നമ്മൾ അവരോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ അത് പൊട്ടിച്ചാടാൻ സാധ്യത ഉണ്ട്, അപ്പോൾ ഏത് നിമിഷം പൊട്ടിച്ചാടും. അതുകൊണ്ട് അതിന് മുൻകരുതൽ എടുത്ത് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിന്നായിരുന്നു. പിന്നെ ഒരു പൊട്ടിച്ചാടുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നിട്ടായിട്ട് നിങ്ങളെ പ്രാവശ്യം പൊട്ടും ചീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. അവർ മാറി പരമാവധി സാധനങ്ങൾ മാറ്റാൻ പറഞ്ഞത് ഞങ്ങൾക്ക് മാറ്റാൻ കഴിയും. ആളപായല്ലാതെ ഇത് അവസാനിക്കും. സംഭവ സമയത്ത് കടയ്ക്കുള്ളിൽ ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പൊട്ടിവീഴുന്ന ശബ്ദം കേട്ടതോടെ ജീവനക്കാർ മാറി നിന്നു. ഇതോടെ വലിയ അപകടം ഒഴിവായി.
കെട്ടിടത്തിന്റെ ശേഷിച്ച ഭാഗങ്ങളും നിലംപൊത്താറായ അവസ്ഥയിലാണ്. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉൾപ്പെടെ ജനപ്രതിനിധികൾ അടിയന്തരമായി അവശിഷ്ട ഭാഗങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വില്ലേജ് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാണിയംകുളം ടൗണിൽ ഏറെക്കാലം പഴക്കമുള്ളൊരു കെട്ടിടമാണ്. അത് ഇടിഞ്ഞു ചാടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് അപകടം പരിക്കൊന്നും പറ്റിയിട്ടില്ല. അത് അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കാൻ ആവശ്യമായ നിർദ്ദേശം പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വാണിയംകുളം TRK ഹൈസ്കൂളിലേക്കുള്ള വഴിയാണിത്. ഇതിലെയാണ് കുട്ടികൾ നടന്നു വരിക. ഈ സാഹചര്യത്തിലാണ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥയിലുള്ള ബാക്കി ഭാഗങ്ങൾ കൂടി പൊളിച്ചു മാറ്റാൻ നടപടി സ്വീകരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടേതാണ് കെട്ടിടം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ അപ്രേം കാലം ചെയ്തു. ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മുതിർന്ന മെത്രാപ്പൊലീത്തയും സഭാതലവനുമായിരുന്നു. നീണ്ട 57 വർഷമാണ് അദ്ദേഹം സഭാതലവനായിരുന്നത്. ഖബറടക്കം ജൂലൈ 10 നടക്കും. ഏതാനും മാസങ്ങളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 9:58 തൃശ്ശൂരിലെ സൺ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. തൃശ്ശൂരിലെ മൂക്കൻ തറവാട്ടിൽ ദേവസിയുടെയും കൊച്ചുമറിയത്തിൻ്റെയും 4ാമത്തെ മകനായി 1940 ജൂൺ 13 ജനിച്ച മാർ അപ്രേം ഇന്ത്യയിലെ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞ ശേഷവും കർമ്മരംഗത്ത് സജീവമായിരുന്നു. ജോർജ് ഡേവിസ് മൂക്കൻ എന്നായിരുന്നു ആദ്യനാമം. 1961 ജൂൺ 25 ഷൊമ്മാശനായും പിന്നീട് 1965 ജൂൺ 13 കശീശയായും മാർ തോമ ധർമ്മോയിൽ നിന്ന് പട്ടം സ്വീകരിച്ച് വൈദിക ശുശ്രൂഷയിൽ പ്രവേശിച്ചു. 28ാം വയസ്സിൽ മാർ അപ്രേം മെത്രാപ്പൊലീത്തയായപ്പോൾ അതുവരെയുള്ള ഭാരത ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മെത്രാനായിരുന്നു അദ്ദേഹം. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 70ലേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. യാത്രാവിവരണങ്ങൾ, ജീവചരിത്രം, ആത്മകഥ, ഫലിതം, സഭാചരിത്രം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങളും എഴുതി. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തി. ഷാർജയിൽ അത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. മാർ അപ്രേം മെത്രാപ്പൊലീത്തയുടെ പൊതുദർശനം ജൂലൈ 8-9 തീയതികളിൽ തൃശ്ശൂർ മർത്തുമറിയം വലിയ പള്ളിയിൽ നടക്കും. 10 ഉച്ചയ്ക്ക് 1 മണിക്ക് കുരുവിളയച്ചൻ പള്ളിയിലാണ് ഖബറടക്കം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സമരം. ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ ചൊവ്വാഴ്ച സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ബസ്സുടമ സംയുക്ത സമിതി വ്യക്തമാക്കി. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഒരാഴ്ചയ്ക്കുള്ളിൽ ചർച്ചകൾ നടത്തി പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. ജൂലൈ 9 ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി സീനിയർ സിറ്റിസൺസ് ആൻഡ് പെൻഷനേഴ്സ് ജോയിന്റ് ആക്ഷൻ ഫോറം. ഷൊർണൂരിൽ ആക്ഷൻ ഫോറം റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. CITU ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത പാർലമെന്റായി പാർലമെന്റ് മാറി. ഒരു 2 രാഷ്ട്രീയ പാർട്ടികളെ, പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടുകൂടി മാത്രം ഇന്ത്യ രാജ്യത്ത് BJPക്ക് ഭരിക്കാൻ നിർബന്ധിക്കപ്പെട്ടത് കർഷക സമരത്തിന്റെയും തൊഴിലാളി സമരത്തിന്റെയും ഗുണമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കൊണ്ട് തന്നെയാണ് ഈ 23ാമത് ദേശീയ പണിമുടക്കിലേക്ക് നമ്മൾ പോകുന്നത്. 23ാമത് ദേശീയ പണിമുടക്ക് നടക്കുമ്പോൾ SCFWA പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. AIPRPA ഏരിയ കൺവീനർ TR സന്തോഷ് കുമാർ, AIBDPA ജില്ലാ പ്രസിഡന്റ് K. വേണുഗോപാലൻ, CGPA സംസ്ഥാന ട്രഷറർ K. ശശിധരൻ, AILRSA വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, KSSPU ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, DRPU ഡിവിഷൻ സെക്രട്ടറി R. മണി എന്നിവർ പ്രസംഗിച്ചു.
കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെയും മുതിർന്ന പൗരന്മാരോടുള്ള അവഗണനയ്ക്കെതിരെയുമാണ് ജൂലൈ 9 ദേശീയ പണിമുടക്ക്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ ജീവനക്കാരിയുടെ സ്വർണ്ണമാലയും മൊബൈൽ ഫോണും മോഷ്ടിച്ച് പ്രതി ഓടി രക്ഷപ്പെട്ടു. കുളപ്പള്ളി സ്വദേശിനി സജനയുടെ മാലയും ഫോണുമാണ് കവർന്നത്. റെയിൽവേ പോലീസും യാത്രക്കാരും പിന്തുടർന്നതോടെ മാല വഴിയിൽ ഉപേക്ഷിച്ച് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. രാത്രി 11:30 ഷൊർണൂരിൽ നിന്ന് മംഗളൂരുവിലേക്ക് പോകുന്നതിനായെത്തിയ കുളപ്പള്ളി ചാത്തൻകുന്നത്ത് വീട്ടിൽ 37 വയസ്സുള്ള സജനയുടെ 3 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും 20,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും മോഷ്ടിച്ചാണ് പ്രതി മുങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കഴുത്തിലെ മാല പൊട്ടിച്ച് പ്രതി ഓടിയത്. റെയിൽവേ പോലീസും യാത്രക്കാരും മോഷ്ടാവിനെ പിന്തുടർന്നതോടെ സ്വർണ്ണമാല വഴിയിൽ ഉപേക്ഷിച്ച് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. യുവതി നൽകിയ പരാതിയെ തുടർന്ന് റെയിൽവേ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കനത്ത മഴയിൽ മണ്ണൂരിൽ വീട് തകർന്നു. മണ്ണൂർ 6-ാം വാർഡിൽ കിഴക്കമ്പുറം കല്ലംകാട് വേലായുധന്റെ ഓടിട്ട വീടാണ് തകർന്നത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി സുമ, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വീടിന്റെ 3/4 ഭാഗവും തകർന്ന നിലയിലാണ്. വടക്കാഞ്ചേരി അകമല കുഴിയോട് പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷം. ജനങ്ങൾ കടുത്ത ഭീതിയിലാണ്. ഒറ്റയാനായ വാഴക്കൊമ്പൻ കഴിഞ്ഞ രാത്രിയും നാട്ടിലിറങ്ങി. അകമല കുഴിയോട് നിവാസികൾ കാട്ടാന ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. കഴിഞ്ഞ രാത്രിയും ഒറ്റയാനായ വാഴക്കൊമ്പൻ പ്രദേശത്തിറങ്ങി ഭീതി പരത്തി. കുഴിയോട് റിസോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് പടിഞ്ഞാറ് ഭാഗത്തായാണ് രാത്രി 10 മണിയോടെ കാട്ടാന എത്തിയത്. പ്രമുഖ കോൺട്രാക്ടർ വെള്ളാങ്കണ്ടത്ത് ഗോവിന്ദൻകുട്ടി, കരുപ്പറമ്പിൽ മണിക്കുട്ടൻ, കരുപ്പറമ്പിൽ അശോകൻ എന്നിവരുടെ വീടുകൾക്ക് മുന്നിലൂടെ കാട്ടാന നടന്നുപോയി. നായ്ക്കളുടെ കുരകേട്ട് പുറത്തിറങ്ങിയ അശോകനും കുടുംബവും മണിക്കുട്ടനും വീട്ടുകാരും തെരുവുവിളക്കിൻ്റെ വെളിച്ചത്തിൽ കാട്ടാനയെ വ്യക്തമായി കണ്ടതായി പറയുന്നു. കുഴിയോട് ഭാഗത്തെ സൗരവേലി തകർത്ത് കാട്ടാന എത്തിയതാകാമെന്നാണ് പ്രദേശവാസികളുടെ നിഗമനം. പ്രദേശത്തെ പ്രമുഖ കർഷകനായ ഗോവിന്ദൻകുട്ടിയുടെ 3000 വാഴകളും 60-ലധികം കവുങ്ങുകളും 20-ലധികം തെങ്ങുകളും നെൽകൃഷിയും 1.5 വർഷത്തിനിടെ കാട്ടാനകൾ നശിപ്പിച്ചതായി അദ്ദേഹം പറയുന്നു. ഓണസദ്യയ്ക്ക് ഇലവെട്ടാൻ പോലും പറമ്പിൽ വാഴയില്ലാത്ത സാഹചര്യമാണെന്നും കർഷകൻ കൂട്ടിച്ചേർത്തു. രാത്രി 10 മണിയോടെ ഇരുചക്രവാഹനങ്ങളിൽ ജോലി കഴിഞ്ഞ് വരുന്നവരുടെ ജീവന് പോലും ഭീഷണിയാവുന്ന സാഹചര്യമുണ്ടെന്ന് പൂക്കുന്നത്ത് ബാബു പറഞ്ഞു. കഴിഞ്ഞ ദിവസം വയനാട് മേപ്പാടിയിൽ ചെയ്തതുപോലെ അകമല കാടുകളിൽ നിന്ന് കാട്ടാനകളെ തുരത്തി കുതിരാൻ മല കടത്തിവിടണമെന്നും ശേഷം കുതിരാനിൽ റെയിൽ കൊണ്ടുള്ള ശക്തമായ വേലി സ്ഥാപിക്കണമെന്നുമാണ് മലയോരവാസികളുടെ ആവശ്യം. അകമല കുഴിയോട് പ്രദേശങ്ങളിൽ സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. വാഴാനി ഡാമിൽ കുട്ടവഞ്ചി സവാരിക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുലഭമായി കാട്ടാനകളെ കാണാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയ ദൃശ്യങ്ങൾ വിനോദസഞ്ചാരികൾ വാഴാനി ഡാമിൽ നിന്ന് പകർത്തിയതാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാമ്പ് കടിയേറ്റുള്ള മരണം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പാലക്കാട് ജില്ലയെ എത്തിക്കാൻ സർപ്പ വളണ്ടിയർമാർക്ക് കഴിയുമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. വനമഹോത്സവം 2025ന്റെ ഭാഗമായി സർപ്പ വളണ്ടിയർമാരുടെ പുതിയ ബാച്ചിന്റെ പരിശീലന സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ. പാമ്പുകടിയേറ്റാൽ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം നൽകാൻ സർപ്പ വളണ്ടിയർമാർക്ക് കഴിയുമെന്ന് കളക്ടർ പറഞ്ഞു. വനം വകുപ്പ് നടത്തിയ ഈ പരിശീലനം ശ്ലാഘനീയമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഓരോ വ്യക്തിയുടെയും പാമ്പുകളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ഉത്തരവാദിത്തം വളണ്ടിയർമാർക്കുണ്ട്. പരിശീലനം പൂർത്തിയാക്കിയ വളണ്ടിയർമാർക്കുള്ള റെസ്ക്യൂ കിറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു. ഒലവക്കോട് ആരണ്യഭവൻ ഹാളിൽ നടന്ന പരിപാടിയിൽ ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് രാജേഷ് കുമാർ, സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സുമൂസ് കറിയ, CP അനീഷ്, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും മിഷൻ സർപ്പ മോഡൽ ഓഫീസറുമായ Y മുഹമ്മദ് അൻവർ, പരിസ്ഥിതി പ്രവർത്തകയായ അനന്യ, മണ്ണാർക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP ജിനേഷ്, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
യൂത്ത് കോൺഗ്രസ് മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ശ്രുതി S. നായർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് മുഖ്യാതിഥിയായി. ഇസാൻ മുഹമ്മദ്, നവാസ് മുഹമ്മദ്, ജിതേഷ് നാരായണൻ, മുഹമ്മദ് മുസ്തഫ, അഫ്സൽ സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ വേരെ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു കൺവെൻഷൻ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോണിത്തറ GVHSS NSS യൂണിറ്റ് ലോക ചോക്ലേറ്റ് ദിനം ആഘോഷിച്ചു. കോണിത്തറ ആശാദീപം സ്കൂളിലെ കുട്ടികൾക്കൊപ്പമായിരുന്നു ആഘോഷം. ചോക്ലേറ്റ് വിതരണവും കലാപരിപാടികളുമുണ്ടായി. NSS പ്രോഗ്രാം ഓഫീസർ KG അനിത, ആശാദീപം സ്പെഷ്യൽ സ്കൂൾ പ്രധാനാധ്യാപിക മദർ ഫ്ലോറ്റി, NSS വോളണ്ടിയർ ലീഡർ KJ ശ്രേയ എന്നിവർ നേതൃത്വം നൽകി. വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് വാടാനംകുറിശി RFയിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. വാടാനംകുറിശി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക ഗീത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ ചടങ്ങിൽ ബഷീറിന്റെ 5 സാഹിത്യകൃതികളെക്കുറിച്ച് ആസ്വാദനം നടത്തുകയും അദ്ദേഹത്തിന്റെ കൃതികളായ പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, ബാല്യകാലസഖി, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരാനുണ്ടായിരുന്നു, യുദ്ധം അവസാനിക്കണമെങ്കിൽ എന്ന കഥകളിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ദൃശ്യാവതരണവും നടന്നു. വി. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ബഷീർ അനുസ്മരണം പ്രഭാഷണം നടത്തി. ആരബി കലാസമിതി പ്രസിഡന്റ് വി. രമേശ് സ്വാഗതവും ആരബി ഗ്രന്ഥശാല സെക്രട്ടറി ഹരിദാസൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. KSSPU പെരിങ്ങോട്ടുകുറിശി യൂണിറ്റ് 34ാമത് വാർഷിക കൺവെൻഷൻ നടന്നു. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ മാസമാണ് നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പഞ്ചായത്തിൽ വരികയും ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്നെ വിളിച്ചിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. പക്ഷെ അത് വളരെ ഒരു നഷ്ടമായ കാര്യമാണ്. എന്നിട്ടാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ വിളിച്ചത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സംഘടന ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിന് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പെൻഷനേഴ്സ്, ഇപ്പോൾ നിങ്ങൾ ഈ റിട്ടയർഡായ ആളുകളുടെ 10-60 വർഷം മുമ്പുള്ള ആ ഒരു കഠിനാധ്വാനമാണ്. HH ഹാളിൽ നടന്ന കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് പ്രഭാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഫുട്ബോൾ, മറ്റു കായിക മത്സരങ്ങൾ എന്നിവയിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂണിറ്റിൽ പുതുതായി അംഗത്വമെടുത്തവരെ ആദരിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ KP ബാലകൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി VS സുരേന്ദ്രനാഥൻ മാസ്റ്റർ, ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റി കൺവീനർ വത്സല ദേവി തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി രാമനാഥൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ KB ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ലഹരിയുടെ മായാവലയത്തിലകപ്പെട്ട് ജീവിതം നഷ്ടമായവരുടെ കഥ പറയുന്ന ചൂരൽ നാടകാവതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC, +2, LSS, USS പരീക്ഷകളിൽ വിജയികളായവരെ അനുമോദിച്ചു. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. അടുത്ത തലമുറയെ കാണുന്നത് വളരെ കൗതുകത്തോടുകൂടി, ജിജ്ഞാസയോടുകൂടി അവരുടെ ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയാണ്, അവരുടെ വികാസമാണ്, അവരുടെ പുരോഗതിയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പോൾ മാതാപിതാക്കൾ ഏറെ കഷ്ടപ്പെടുന്നു, കഠിനാധ്വാനം ചെയ്ത് ചുമട്ട് തൊഴിലാളിയായിട്ട് പോകുന്ന ഒരാൾ അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ അവശനാവും, സ്വാഭാവികമായിട്ട് തളർന്നൊന്ന് ഇരിക്കാൻ തോന്നും. അപ്പോഴാണ് കുട്ടികളുടെ മനസ്സിൽ കുട്ടികളുടെ മുഖം ഓർമ്മ വരും. നാളെ പഠിക്കാൻ പോകുന്ന കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ എന്താണ് വേണ്ടി വരുന്നത് അറിയില്ല. അതുകൊണ്ട് കഠിനമായ വേദന ഉണ്ടായാലും വിശ്രമം ആഗ്രഹിച്ചാലും മക്കളുടെ മുഖം മനസ്സ് വരുമ്പോൾ വിശ്രമിക്കാൻ തോന്നില്ല. അപ്പോൾ വൈകുന്നേരം വരെ പണിയെടുത്താലാണ് പൈസ കിട്ടും. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ, KPSA ജില്ലാ പ്രസിഡന്റ് V രാജീവ്, കോങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുരളീകൃഷ്ണൻ, മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് N അച്യുതൻകുട്ടി, പറളി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സന്തോഷ്, CR ബാലകൃഷ്ണൻ, V ഹരിദാസൻ, ബോബൻ എന്നിവർ സംസാരിച്ചു. SSLC, +2, LSS, USS വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. BMS പറളി മേഖലാ മങ്കര പഞ്ചായത്ത് കുട്ടപ്പുര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. BMS ജില്ലാ സെക്രട്ടറി K രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കുടുംബസംഗമങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ആത്മഹത്യ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് 23 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കണ്ടുവരികപ്പോഴാണ് കുറച്ച് വയസ്സായിട്ട് അല്ലേ, വല്ല മദ്യപിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ പഞ്ചായത്തിലെടുത്താൽ ചിലപ്പോൾ വർഷത്തിൽ ഒന്നൊക്കെ കേൾക്കാൻ കഴിയുള്ളൂ.
ഇന്ന് അത് മാറി. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തില്ല എങ്കിൽ അവർ തെറ്റിയവർ ഇറങ്ങിപ്പോവും, അവർക്ക് തോന്നിയത് ചെയ്യും. മൊബൈൽ ഫോൺ ഉണ്ട് എല്ലാവർക്കും? ഉണ്ട്. നമുക്കെന്താ, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ആ സാധനം കൈകളിൽ എത്തണം. അപ്പൊ ഒരാൾ ആത്മഹത്യ, ഒരു ചെറിയ കുഞ്ഞിനെ വളർത്തി നമ്മുടെ അത്ര വളർത്തണമെങ്കിൽ ഒരമ്മ എത്ര കണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അറിയോ? യൂണിറ്റ് പ്രസിഡന്റ് വിമല അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസ്, മേഖലാ സെക്രട്ടറി KR രാജൻ, ബാലകൃഷ്ണൻ, KV ശിവദാസ്, KA കുഞ്ചുണ്ണി, രമ്യ എന്നിവർ സംസാരിച്ചു. A+ നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും നടന്നു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമുണ്ടായിരുന്നു. BMSന്റെ 70ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നിർധനർക്ക് വീട് പദ്ധതിയിൽ ഒറ്റപ്പാലം CMN ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന 2ാം ഘട്ടത്തിലെ 3 വീടുകളുടെ താക്കോൽദാനം ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് മഞ്ചേരിയിൽ നടക്കും. K. പ്രേംകുമാർ MLA താക്കോൽദാനം നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് വൃത്തങ്ങൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2014 രൂപീകരിച്ച് ഒറ്റപ്പാലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് തെരഞ്ഞെടുത്ത 50 നിർധനരായ കുടുംബങ്ങൾക്കാണ് എ ഹോം ഓഫ് യുവർ ഓൺ എന്ന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ആദ്യഘട്ടത്തിലെ 10 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറിയിരുന്നു. 2ാം ഘട്ടത്തിൽ 10 വീടുകളിൽ നിർമ്മാണം പൂർത്തിയായ 3 വീടുകളുടെ താക്കോൽദാനമാണ് ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് മനശ്ശേരി കൈലാസം ക്ലബ് ഹൗസിൽ നടക്കുന്നത്. ആറന്കുളം സ്വദേശിനി ഷീന, മനശ്ശേരി സ്വദേശിനി തങ്കം, എലപ്പുള്ളി സ്വദേശി ശ്രീനിവാസൻ എന്നിവർക്കാണ് സ്വപ്നഭവനങ്ങളുടെ താക്കോൽ കൈമാറുന്നത്. അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA താക്കോൽദാനം നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ U. പമ്പാവാസൻ നായർ അറിയിച്ചു. കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി കൊടുത്താൽ മാത്രമേ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുകയും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുകയും നിങ്ങൾക്ക് കൂടുതൽ അർഹിക്കുന്ന ആളുകളിലേക്ക് ഈ സഹായം എത്തിക്കാൻ കഴിയുകയും ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ട്രസ്റ്റിൻ്റെ പല പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ബാബുട്ടൻ സൂചിപ്പിച്ചു. നമ്മൾ 100-നടുത്ത് ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപ തൊട്ട് 7500 രൂപ വരെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ CMN ട്രസ്റ്റ് പാവങ്ങൾക്കായുള്ള ഭവന നിർമ്മാണ പദ്ധതിക്കായി എ ഹോം ഓഫ് യുവർ ഓൺ എന്ന പ്രൊജക്റ്റ്, സ്പെഷ്യൽ പ്രൊജക്റ്റ് ആസൂത്രണം ചെയ്തത്. ആ എ ഹോം ഓഫ് യുവർ ഓൺ പ്രൊജക്റ്റ് എന്ന ഭവന നിർമ്മാണ പദ്ധതി കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യനായ മന്ത്രി ശ്രീ MV രാജേഷാണ്. സംവിധായകൻ ലാൽ ജോസ്, അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ, സന്തോഷ് കയറാട്ട്, K. ഗോപിനാഥൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ SN കോളേജിലെ 1984-86 കൊമേഴ്സ് ഗ്രൂപ്പിന്റെ ഒത്തുചേരൽ ചെറുതുരുത്തി റിവർ റിട്രീറ്റിൽ നടന്നു. ബാച്ചിലെ 50ഓളം പേരിൽ 45 പേരും പങ്കെടുത്തു. സർവീസിൽ നിന്ന് വിരമിച്ച വിനോദ് കുമാർ, ഗീത, ജസ്സി, ഷീബ എന്നിവരെ പൊന്നാടയണിയിച്ചു. വിവിധ കലാപരിപാടികളുമുണ്ടായി. ഹംസ, വിനോദ് കുമാർ, പത്മജ മേനോൻ, KC സോമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷൊർണൂർ കൊച്ചി പാലത്തിന് സമീപം വെളുത്ത പശുവിനെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. രാത്രിയിൽ ഏതോ വാഹനമിടിച്ച് പശു ചത്തതാകാമെന്ന് കരുതുന്നു. നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരെത്തി ജഡം മാറ്റി. ഉടമയെ കണ്ടെത്താനായിട്ടില്ല. മാറ്റടി. തെരുവുനായ ആക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് നിത്യവും പുറത്തുവരുന്നത്. പേവിഷബാധ വലിയ ഭീഷണിയായി നിലനിൽക്കുന്നു. തെരുവുനായ്ക്കളെ കൊന്നൊടുക്കുക തന്നെ വേണമെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ ABC പോലുള്ള നടപടികൾ കാര്യക്ഷമമാക്കുകയാണ് വേണ്ടതെന്ന് മറുവാദവുമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മാറ്റലിയിലേക്ക്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് തെരുവുനായ പ്രശ്നം. ഈ ഭൂമിയിൽ
ആവശ്യമുള്ള ജീവജാലങ്ങൾ തന്നെയാണ് പ്രകൃതി നമുക്കായി തന്നിട്ടുള്ളത്. ഒരു ജീവിയെയും ഉന്മൂലനം ചെയ്തുകൊണ്ട്, പൂർണ്ണമായി ഉന്മൂലനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മനുഷ്യൻ്റെ ചിന്തകൾക്ക് അത്ര വലിയ ഒരു സ്വീകാര്യത ഉള്ളതായി തോന്നുന്നില്ല. അതേസമയം തന്നെ തെരുവിലൂടെ നടക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, വഴിയാത്രക്കാർ, ഇവരെല്ലാം തെരുവ് നായകളുടെ കടിയേൽക്കുകയും അതുപോലെ തന്നെ അവരുടെ പേവിഷബാധ ഏൽക്കുന്ന വാർത്തകളുമൊക്കെ നിരവധി വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവയുടെ തെരുവുനായ്ക്കളുടെ അനിയന്ത്രിതമായ പെരുപ്പം തടയുക, അത് ശാസ്ത്രീയമായ രീതിയിൽ വന്ധ്യീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പോംവഴി. അതുപോലെ തന്നെ അവരെ വെറുതെ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്ന തരത്തിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതായും അതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ട് തന്നെയാണ് ചിലപ്പോൾ അവരുടെ ഒരു തിരിച്ചുള്ള ആക്രമണങ്ങളിൽ ഒരു നല്ലൊരു ശതമാനം നടക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ബോധവൽക്കരണം കൂടി ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ സമ്പത്താണ്. അതിൽ മനുഷ്യൻ മാത്രമല്ല എന്നുള്ള ചിന്താഗതി നാം ഊട്ടിയുറപ്പിക്കണം. അതേസമയം തന്നെ ജനങ്ങൾക്ക് ഒരു സുരക്ഷിത ബോധം നൽകുന്ന തരത്തിലുള്ള പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും സർക്കാരുകളുടെയും പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനിയന്ത്രിതമായ പെരുപ്പം ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ അവയെ നിയന്ത്രിച്ച് ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു സംഘടനം ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിപ്പ വ്യാപനം തടയുന്നതിന് കർശനവും സൂക്ഷ്മവുമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാലക്കാട് ജില്ലയിൽ ഇതുവരെ പരിശോധിച്ച 5 സാമ്പിളുകളും നെഗറ്റീവ്. വ്യാജപ്രചരണവും പ്രസ്താവനകളും നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പരക്കെ പ്രതിഷേധം. പാലക്കാട് DMO ഓഫീസിലേക്കും തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. തൃശൂരിൽ ജലപീരങ്കി പ്രയോഗിച്ച പോലീസ്. തൃശൂർ DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. ചാലവരുന്തിയെ ടൂറിസം പ്രമോഷന്റെ മറവിൽ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് രാജിവെക്കണമെന്ന് കോൺഗ്രസ്. പാലക്കാട്ട് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വ്യവസായങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് മേനോൻപാറയിൽ മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡിന്റെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ യൂണിറ്റ് നിർമ്മാണോദ്ഘാടനം. ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകണമെന്നും വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നും മുഖ്യാവശ്യം. നടപടിയുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരം. ജൂലൈ 9 ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യവുമായി സീനിയർ സിറ്റിസൺസ് ആൻഡ് വെൻച്ചേഴ്സ് ജോയിന്റ് ആക്ഷൻ കൗൺസിൽ. ഷൊർണൂരിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച്. വാണിയംകുളത്ത് കെട്ടിടത്തിന്റെ മുകൾ ഭാഗം തകർന്നു വീണു. നിലം പൊത്തിയത് സംസ്ഥാന പാതയോരത്ത് മാതന്നൂർ റോഡിന് സമീപത്തെ പച്ചക്കറി കട പ്രവർത്തിക്കുന്ന സ്വകാര്യ കെട്ടിടം. ആളപായമില്ല. വൻ ദുരന്തം ഒഴിവായത് ഭാഗ്യം കൊണ്ട് മാത്രം. വടക്കാഞ്ചേരി അകമല കുഴിയോട് പ്രദേശത്ത് കഴിഞ്ഞ രാത്രിയും കാട്ടാന ഇറങ്ങി. വാഴക്കൊമ്പനെ പല ഭാഗത്തും കണ്ടതായി നാട്ടുകാർ. ഭീതിയോടെ പ്രദേശവാസികൾ. മേഖലയിൽ കാട്ടാനകൾ തമ്പടിച്ചിട്ടും അധികാരികൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പൊലീത്ത മാർ അപ്രേം കാലം ചെയ്തു. വിട പറഞ്ഞത് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും മുതിർന്ന മെത്രാപ്പൊലീത്ത. ഖബറടക്കം ജൂലൈ 10. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.